കൽക്കി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അർത്ഥതലത്തിൽ ഒതുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണോ? അല്ലേ? ആണോ? അറിയില്ല. അല്ല. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ എല്ലാവിധ പ്രയാണങ്ങളിലും നമ്മുടെ ഈ ഒരു ജന്മത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഉത്തരവാദിത്വത്തോടു കൂടി ആരെയും വേദനിപ്പിക്കാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്ത് പോകുന്ന എല്ലാ ആളുകളും കൽക്കിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിനനുസരിച്ച് നിൽക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, സമാധാനമായ സ്വസ്ഥമായൊരു അന്തരീക്ഷം സ്വയം ക്രിയേറ്റ് ചെയ്യുകയും അത് ആ ഒരു നന്മ, ആ ഒരു ഊർജം, ആ ഒരു ചൈതന്യം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന എല്ലാവരും കൽക്കിയാണ്. എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, സ്നേഹപൂർവ്വം ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ളത്. ഒരു പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും എന്നെ അറിയാവുന്നത് തെരേസ എന്നുള്ള ആ ഒരു ഇതിലായിരുന്നല്ലോ. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ 2025 ആ ഒരു സമയത്താണ് ഞാൻ ഒഫീഷ്യലി എൻ്റെ റിലീജിയൻ കൺവേർഷൻ ചെയ്തത്, ഹിന്ദുയിസമായതും കൽക്കി എന്നുള്ള നാമം സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് മുൻപ് ഒഫീഷ്യൽ നെയിം ടിറ്റി വർഗീസ് എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മളുടെ എബ്രോഡിലെ സ്റ്റഡീസിൻ്റെ ഡോക്യുമെൻറ്റ്സിലൊക്കെ അങ്ങനെയാണ് കാര്യം, അവർക്കത് ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ആത്മീയ ജീവിതം എന്താണ് എന്ന് ചോദിച്ചല്ലേ. ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ എന്നെ തന്നെ അറിയുക എന്നുള്ളൊരു യാഥാർത്ഥ്യം. ആത്മീയത അന്വേഷിച്ച് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്, എന്നാൽ ആത്മീയത നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മൾ കാണുന്ന എല്ലാ ആളുകളുടെയും പുറകെ പോയി കുറേ കാര്യങ്ങൾ പഠിച്ച് കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് അയാൾ ആത്മീയ ജീവിതത്തിലുള്ള ഒരാളാണ് എന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കില്ലേ? പറ്റുമോ? പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഒരു വിശ്വാസമാണ്. എന്നാൽ ആത്മീയതയുടെ വിവിധ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം അറിയുക, കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഇതാണ് എന്നെ സംബന്ധിച്ച് ആത്മീയത. ഇപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ പഠിച്ചത് കൊണ്ട് ഒരാൾ ആത്മീയത ആണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പഠനം ഒരു രീതിക്ക്, ഞാൻ നിരവധിയായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുള്ള, അവർ ഒരുപക്ഷെ റേക്കി പഠിച്ചിരിക്കാം, പ്രാണി ഹീലിംഗ് പഠിച്ചിരിക്കാം, ആസ്ട്രോളജി ചെയ്യുന്ന ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ആളുകളായിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളായിരിക്കാം, ക്രിയായോഗ, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അവർ പഠിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് ഇതുമായിട്ടുള്ളൊരു ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങളുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കൊന്ന് പ്രവൃത്തി വേറുന്നോ എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആത്മീയത നേടാൻ സാധിക്കുമെന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല. അല്ല, പ്രാവർത്തികമാക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ ആളുകളെയും സംബന്ധിച്ച് അത് പ്രാവർത്തികമാക്കാനൊന്നും സാധിക്കത്തില്ല. എങ്കിൽ പോലും പരിശ്രമിക്കുകയാണ് എങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ വ്യക്തി ജീവിതത്തിലെങ്കിലും പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ അറിയാമെന്ന് പറഞ്ഞല്ലോ, അതിൽ ചില ഇൻസിഡൻസസ് ഒക്കെ വളരെയധികം ഷോക്കിങ്ങാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത്തരത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുമൊക്കെ ഉണ്ട്, എന്നാൽ അവരുടെ ഇൻസൈഡ് ഫാമിലിക്കകത്ത് തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് ഹസ്ബൻഡും വൈഫും തമ്മിലെ പ്രശ്നങ്ങൾ, പേരൻസും മാതാപിതാക്കളും തമ്മിലെ പ്രശ്നങ്ങൾ, അവിടെ ഒന്നും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഒരാളെ ഹരാസ് ചെയ്യുന്നു, വെർബലി അബ്യൂസ് ചെയ്യുന്നു, എന്തിനാ പറയുന്നത്, മക്കളെ നിങ്ങൾ തൊലഞ്ഞു പോകും, നശിച്ചു പോകും, അങ്ങനെ പറയുന്നവർ വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ ആത്മീയതയാണ്? അതിലെന്താണ് സ്പിരിച്വൽ ലൈഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? ചില കേസസ് ഉണ്ട്, ഹസ്ബൻഡ് ഈ യോഗ, മെഡിറ്റേഷന്, പ്രാണി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ച ആളുകളൊക്കെയാണ്, അത് പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്.
എന്നാൽ ഇവരുടെ വൈഫിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്ക് പറയുന്നു, വാങ്ങിച്ചു കൊടുക്കുന്ന മെഡിസിൻ്റെ കണക്ക് പറയുന്നു, ഒന്ന് വയ്യാണ്ടായി കിടന്നു കഴിഞ്ഞാൽ നീ ഒരു ബാധ്യതയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ എവിടെയാണ് ആത്മീയത ഇരിക്കുന്നത്? അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ആത്മീയത എന്ന് പറയുമ്പം നമ്മളുടേതായിട്ടുള്ള ലിമിറ്റേഷൻസിനെ നമ്മൾ മനസ്സിലാക്കി ആ ലിമിറ്റേഷൻസിനെ ദൂരീകരിക്കാൻ വേണ്ട പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. അവർ നമുക്ക് എന്ത് തരും എന്ത് തരില്ല എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. അതല്ല, നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യുക, കർമ്മകടങ്ങൾ എടുക്കാതെ ചെയ്യുക എന്നുള്ളതിനാണ് പ്രാധാന്യം. അല്ലാതെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ കണക്ക് പറയേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി പോയിട്ട് വലിയ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. സോ ഇതൊക്കെയാണ് ഒരു വ്യക്തിക്ക് തങ്ങളുടെ പ്രാവർത്തികമായിട്ടുള്ള ജീവിതത്തിൽ മുന്നേറുവാനായിട്ട്, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു പ്രസൻറ്റ് വേൾഡിൽ എല്ലാവരും സെൽഫിഷ് അല്ലേ? ഇന്ന് താങ്കളും ഞാനും ഇവിടെ ഇരിക്കുന്നു, നമുക്ക് ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ടോപ്പിക്ക് സംസാരിക്കാമെന്ന് ചിന്തിച്ചു. ഇത്രയും സെൽഫിഷായിട്ടുള്ള ഒരു ലോകത്തിൽ നമ്മളെക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ നിയോഗമാണ്. അത് ചോദിക്കുക എന്നുള്ളത് താങ്കളുടെ നിയോഗം. നിലവിൽ ഒരുപാട് സ്ത്രീകൾ സ്പിരിച്വാലിറ്റിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പല പൂജകൾ ചെയ്യുന്നുണ്ട്, പല ഹോമങ്ങൾ, മന്ത്രങ്ങൾ, ഇൻ കേസ് അവർ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതേപ്പറ്റിയൊക്കെ എന്താണ്? ഇതെങ്ങനെ തടയാം? അല്ലെങ്കിൽ ഇതേപ്പറ്റിയുള്ള അവയർനെസ് എന്താണ്? വളരെ വലിയ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഇപ്പോൾ എനിക്ക് തന്നെ നിരവധിയായിട്ടുള്ള ക്ലയൻസ് ഉണ്ട്, സ്ത്രീകൾ. അപ്പം ഇവരൊക്കെ തന്നെയും പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നത്. പല യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ചാനൽസിൽ വരുന്ന ആളുകൾ ഗുരുക്കന്മാർ, അല്ലെങ്കിൽ ആസ്ട്രോളജേഴ്സ്, അതല്ലെങ്കിൽ സ്പിരിച്വലി നിൽക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകളുടെ ഇൻ്റർവ്യൂസ് ഉണ്ട്. ഈ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഈ ലേഡീസ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഇവർ വിളിക്കുമ്പോഴേ ഈ സ്ത്രീകളെ എന്തോ ചെയ്യും? ഭയപ്പെടുത്തും, പേടിപ്പിക്കും. നിങ്ങളുടെ കൂടെ 3 ആത്മാക്കളുണ്ട്, നിങ്ങളുടെ കൂടെ 10 പേരുണ്ട്, അവിടെ ഒരു ചെറിയ കൊച്ചു നിൽക്കുന്നു, അത് നിങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട പൂജകൾ ഇന്നത് ചെയ്യണം, അതിന് ഇത്ര പൈസയാണ്. അല്ല, ചില കേസസ് ഉണ്ട്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ അത് ദുർമന്ത്രവാദം ചെയ്തത്, അല്ല സ്വർണത്തിൽ അതിൽ ദുർമന്ത്രവാദം ചെയ്തത്, അത് ഊരി തന്നു കഴിഞ്ഞാൽ അതിനെ ശുദ്ധമാക്കി അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കേസസ്